ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 20-ാം ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വേദവാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെ വളരെ ലളിതമായി നമുക്ക് വരച്ചു കാട്ടിത്തരികയാണ്. അതോടൊപ്പം ശിശുക്കളെ അനുഗ്രഹിക്കുവാനായി അവരെ അരികെ വിളിച്ച് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ് എന്ന് സാക്ഷ്യം നൽകുന്നതുമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത ഈ വേദഭാഗത്തിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിത പ്രാർത്ഥനകളിൽ ഏത് ഭാവമാണ് നമ്മുടേത് എന്ന് സ്വയം തിരിച്ചറിയുവാനും ആ ഭാവങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുവാനുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ഭാവം യഥാർത്ഥമായി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്നതുമായ ഒരു വേദഭാഗമാണ്. പരീശൻ വളരെ ഒരുങ്ങി വന്ന് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ, മറ്റു മുതലായവ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയിൽ നിന്നെ ഞാൻ വാഴ്ത്തുന്നു. എന്നിട്ട് ആഴ്ചയിൽ ഉപവസിക്കുന്നതും നോമ്പു നോക്കുന്നതും ആചാര അനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതുമൊക്കെ അവിടെ ഘോരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ ചുങ്കക്കാരൻ അത് കേട്ടുകൊണ്ട് ദൂരെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ മഹാപാപിയാണ്, എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ അവിടുന്ന് കണക്കിടാതെ നീതീകരിക്കപ്പെട്ട ജീവിതത്തിനായിട്ട് എന്നെ ഒരുക്കണമേ എന്ന്. ഈ രണ്ട് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഈ നോമ്പ് കാലഘട്ടത്ത് നമ്മെ ചിന്തിപ്പിക്കുന്നതാകണം. പരീശനായ മനുഷ്യൻ സകലവും സമ്പത്തും ധനവും മാനവും ഒക്കെയായി കടന്നു വന്ന് ദൈവസന്നിധിയിൽ ഒരു കുറവുമില്ലാത്തവനെ പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് ചുറ്റുമുള്ള സമസൃഷ്ടികളായി ദൈവം സൃഷ്ടിച്ച തൻ്റെ സഹോദരങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനോ ഇകഴ്ത്തുന്നതിനോ ആയി തീരരുത്. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സുഗന്ധമായി തീരണം. അല്ലാതെ അശുദ്ധമായതോ ദുർഗന്ധം വമിക്കുന്നതോ ആയാൽ അതിനൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. ചുങ്കക്കാരനായ മനുഷ്യന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ തന്നെത്താൻ താഴ്ത്തി പാപിയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി കടന്നു വന്ന് അവൻ ദൂരെ മാറി നിന്നാണ് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. നമ്മുടെ പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ യേശുനാമ പ്രാർത്ഥനകളിൽ, ജീസസ് പ്രയറിൽ പ്രധാനമായിട്ടും യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, യേശുവേ ദാവീദ് പുത്ര മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഞാൻ പാപിയാകുന്നുവെന്നും അവിടുന്ന് എൻ്റെ പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളവനാകുന്നുവെന്നും അതിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ട ജീവിതം അവകാശമാക്കുമെന്നും പറയുവാനും അത് അനുഭവിക്കുവാനും നമുക്ക് സാധ്യമാകണം. ചുങ്കക്കാരന്റെ പ്രാർത്ഥന അപ്രകാരമുള്ളതാണ്. പരീശന്റെ പ്രാർത്ഥനയിൽ ഏത് ഭാവമാണോ അതിന് വിപരീതമായ ഭാവമാണ് ചുങ്കക്കാരനായ ആ സാധു വ്യക്തിയുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ കുറവുകളില്ലാതെ കടന്നു വരുന്നതല്ല, മറിച്ച് കുറവുകളുള്ളവരായി കടന്നു വന്ന് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ പകർത്തി അത് ദൈവത്തോട് അനുവാദം ചോദിച്ച് നമ്മുടെ കണ്ണുനീരുകളെ ദൈവസന്നിധിയിൽ തൂകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ദൈവം ജീവിതാനുഭവങ്ങളിൽ പതറിപ്പോകുന്ന അനുഭവങ്ങളെ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പ്രയാസങ്ങളും പാപങ്ങളും വേദനകളും സകലതും കണ്ണുനീരോടുകൂടി മാറത്തടിച്ചുകൊണ്ട് ഏറ്റുപറയുമ്പോൾ ദൈവം അത് കേട്ട് നമ്മെ നീതീകരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റുമെന്ന ചുങ്കക്കാരന്റെ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താഴേക്ക് വരുമ്പോൾ ശിശുക്കളെ അടുത്ത് വിളിച്ച് അവരെ മാറോടണച്ച് അവരെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാം. പറയുന്നുണ്ട് അവിടെ പ്രത്യേകമായിട്ട്,
സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്ന്. ശിശുക്കളുടെ നൈർമല്യം, അവരുടെ നിഷ്കളങ്കത, അവരുടെ സകലത്തിനെയും ആകർഷിക്കുന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റം, ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവത്തെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മൾ താഴ്മയോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. നമ്മുടെ നിഷ്കളങ്കത ദൈവത്തെ നമ്മുടെ ജീവിതത്തോട് അടുപ്പിക്കുന്നതാകണം. നമ്മുടെ ജീവിതത്തിലെ നിർമ്മലമായ അനുഭവങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ദൈവത്തെ നമുക്ക് അനുഗ്രഹങ്ങൾ തരുവാൻ ദൈവത്തിന് മനസ്സ് തോന്നുന്ന രീതിയിലാവണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പരീശൻ പ്രാർത്ഥിച്ചതുപോലെ അഹങ്കാരത്തോടോ ഗർവോടോ നിഗളത്തോടോ അല്ല, മറിച്ച് ഞാൻ പാപിയാണ് എന്നുള്ള ബോധ്യത്തിൽ, ആ പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളവനായ ക്രിസ്തുവിനോടാണ്, ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശിക്ഷണങ്ങളെല്ലാം തന്നെ നമ്മെ അതിലേക്ക് ഒരുക്കുന്നതായി തീരണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് നമ്മെ ദൈവാനുരൂപികളായി മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവരാജ്യം ശിശുക്കൾക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അവരുടെ നിർമ്മലത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അവരുടെ നിഷ്കളങ്കമായ ചിരി, അവരുടെ പെരുമാറ്റം കർത്താവ് അനുഭവിച്ച അതേ രീതിയിൽ നമ്മെയും കർത്താവ് നോക്കുമ്പോൾ നമുക്കും അനുഭവിക്കുവാൻ സാധ്യമാകണം. നമ്മുടെ ജീവിതം അപ്രകാരം ഒരുക്കമുള്ളതായി തീരുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് തരട്ടെ. നമ്മുടെ നോമ്പ് പുണ്യമുള്ളതായി തീരുവാൻ, നമ്മുടെ നോമ്പ് നിഷ്കളങ്കതയുള്ളതായി തീരുവാൻ, സഹോദരങ്ങളെ ഇകഴ്ത്താതെ ദൈവത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെയുള്ളവരാണെന്നും തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവരെ കുറിച്ച് എണ്ണുവാനും നമുക്ക് സാധ്യമാകട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. ദൈവം നമ്മെ അനുദിനം വഴി നടത്തുമാറാകട്ടെ. ആമീൻ.